പന്തീരങ്കാവിലെ ഭർതൃ വീട്ടിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായെന്ന നവവധു റിപ്പോർട്ടറിനോട് ഭർത്താവ് രാഹുൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വധശ്രമം നടന്നുവെന്ന പരാതി പന്തീരങ്കാവ് പോലീസ് ബോധപൂർവം ഒഴിവാക്കിയെന്നും ആരോപണം. മുഖ്യമന്ത്രിക്കും റൂറൽ എസ്.പിക്കും പെൺകുട്ടി പരാതി നൽകി. ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് എന്നെ കഴുത്ത് മുറുക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് പുള്ളി പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രി അതിക്രൂരമായി നവവരൻ രാഹുൽ മർദ്ദിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി. താൻ കരയുന്ന ശബ്ദം കേട്ടിട്ടും ഭർത്താവിന്റെ വീട്ടുകാർ അനങ്ങിയില്ല. രാഹുൽ ലഹരി ഉപയോഗിച്ചിരുന്നതായും പെൺകുട്ടി ആരോപിക്കുന്നു. ഞാൻ ആദ്യം കർണത്തെ അടിക്കുകയാണ് ചെയ്തത്. കർണത്തെ അടിച്ചു. അതിനുശേഷം കൈമുഷ്ടി വെച്ചിട്ട് ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു മൂന്നിടി, ബാക്ക് സൈഡിൽ. പിന്നെ അതിനുശേഷം ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ പുള്ളി പുറകെ വന്നിട്ട് എന്നെ പിടിച്ചു, ബെഡിലേക്ക് കമത്തിയിട്ടു. എന്നിട്ട് ബെൽറ്റ് വെച്ചിട്ട് എന്നെ പുറത്ത് അടിച്ചു. ലാസ്റ്റ് അടിയിൽ എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരെയും ഞാൻ വീഴുകയാണ് ചെയ്തത്. രാഹുലിന് അനുകൂലമായി നിന്ന പന്തീരങ്കാവ് പോലീസ് വളരെ മോശമായാണ് തങ്ങളോട് പെരുമാറിയതെന്ന് പെൺകുട്ടിയുടെ അമ്മ ആരോപിച്ചു. പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മളോട് മോശമായി. ഞങ്ങൾ ചെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ്, മൊഴിയെടുക്കാനല്ലേ കൊണ്ടുവന്നത്, അപ്പം നിങ്ങൾ മൊഴിയെടുക്കണ്ടേ. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ കയറ്റിയിരുത്തി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ രാഹുലിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുയിരുത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിന് പ്രതികരിച്ചപ്പോൾ അവർ അടിച്ചോടിച്ചു. വധശ്രമം നടന്നുവെന്ന പെൺകുട്ടിയുടെ പരാതി പന്തീരങ്കാവ് പോലീസ് ഒഴിവാക്കിയതായി കുടുംബം ആരോപിക്കുന്നു. സംഭവിച്ചതെല്ലാം വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കും ആലുവ റൂറൽ എസ്.പിക്കും പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. കേസുമായി ധൈര്യപൂർവ്വം മുന്നോട്ടു പോകാനാണ് പെൺകുട്ടിയും കുടുംബവും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ജിനേഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.